രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ വിരാട് കോഹ്ലിയും ടെസ്റ്റ് മതിയാക്കിയതോടെ സർവത്ര ആശയക്കുഴപ്പം തുടരുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള രോഹിതിൻ്റെ വിരമിക്കൽ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കോഹ്ലിയുടെ പടിയിറക്കം ആരാധകരെ ഞെട്ടിച്ചു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ കോഹ്ലിയും രോഹിതും ടീമിൽ ഇടം നേടുമോ എന്ന ആശങ്ക തുടരുന്നതിനിടെയാണ് ദിവസങ്ങളുടെ ഇടവേളയിൽ ഞെട്ടിക്കുന്ന രണ്ട് വിരമിക്കൽ പ്രഖ്യാപനം ലോകം കേട്ടത്. രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനം സെലക്ടർമാരും BCCIയും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും വിരാട് കോഹ്ലിയുടെ തീരുമാനം അപ്രതീക്ഷിതമായിരുന്നു. ഈ തീരുമാനം തന്നെയാണ് സെലക്ടർമാരെ അടക്കം വെട്ടിലാക്കുന്നത്. കോഹ്ലിയുടെ പകരക്കാരനെ കണ്ടെത്തേണ്ട ഭാരപ്പെട്ട ചുമതല സെലക്ടർമാർക്കുണ്ട്. എന്നാൽ രോഹിത് ഒഴിച്ചിട്ട് പോകുന്ന ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലിനെ എത്തിക്കാനുള്ള നീക്കം മാസങ്ങൾക്ക് മുമ്പ് തന്നെ BCCIയിലും സെലക്ടർമാർക്കിടയിലും ആരംഭിച്ചിരുന്നു. ക്യാപ്റ്റൻ സ്ഥാനത്ത് ശുഭ്മാൻ ഗിൽ എത്തുമ്പോൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് ഋഷഭ് പന്ത് എത്തിയേക്കും. എന്നാൽ എന്തുകൊണ്ട് ജസ്പ്രീത് ബുംറയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സെലക്ടർമാർ മടി കാണിക്കുന്നുവെന്ന ചോദ്യം വ്യാപകമാണ്. ഇതിന് പലതുണ്ട് കാരണങ്ങളെങ്കിലും യുവതാരത്തെ മുൻനിർത്തി ടീമിനെ വളർത്തിയെടുക്കുക തന്നെയാണ് ലക്ഷ്യം. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിനും ഇതാണ് താല്പര്യം. ഈ സാഹചര്യം ഗില്ലിന് നേട്ടമാകുമ്പോൾ പ്രായം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ബുംറയ്ക്ക് വിനയാകുന്നുണ്ട്. ടീം ഇന്ത്യയുടെ വജ്രായുധമാണ് ബുംറ. ഒറ്റയ്ക്ക് മത്സരം വഴിതിരിച്ചിടാൻ ശേഷിയുള്ള ബോളർ. ഇങ്ങനെ ഒരു താരത്തെ എല്ലാ മത്സരങ്ങളും കളിപ്പിച്ച് ഫിറ്റ്നസ് നശിപ്പിക്കാൻ സെലക്ടർമാർ തയ്യാറല്ല. A+ കാറ്റഗറി താരമായ ബുംറയെ എല്ലാ മത്സരങ്ങളിലും കളിപ്പിക്കരുതെന്നും പ്രധാന മത്സരങ്ങൾക്കായി മാത്രം ഒരുക്കണമെന്നുള്ള അഭ്യർത്ഥന നാളുകളായിട്ടുണ്ട്. ഒരു പേസ് ബോളർക്ക് നേരിടേണ്ടി വരുന്ന പരിക്കുന്ന പ്രധാന വിലയൻ ബുംറയുടെ കാര്യത്തിലുമുണ്ട്. താരത്തിൻ്റെ പ്രകടനത്തെ പരിക്ക് ഗുരുതരമായി ബാധിക്കാതെ നോക്കേണ്ട ചുമതല സെലക്ടർമാർക്കുമുണ്ട്. പ്രധാന ടെസ്റ്റ് ഏകദിന മത്സരങ്ങളിലടക്കം ബുംറ തന്നെയാവും ഇന്ത്യയുടെ കുന്തമന. 31കാരനായ ബുംറയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിനേക്കാൾ നല്ലത് 25കാരനായ ഗിൽ ആണ് മികച്ച ചോയ്സ് എന്ന് ഗംഭീർ ഉൾപ്പെടെയുള്ളവർക്കറിയാം. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും 2027 ഏകദിന ലോകകപ്പും വരാനിരിക്കെ ഒരു യുവതാരത്തിന് കീഴിൽ ടീം സെറ്റാകണമെന്ന നിലപാട് തന്നെയാണ് സെലക്ടർമാർക്കും പരിശീലകൻ ഗംഭീറിനുമുള്ളത്. ബുംറയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് പരിഗണിക്കണമെന്ന ആവശ്യം അശ്വിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും സെലക്ടർമാർ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിനെ അടിസ്ഥാനമാക്കി ശരിയായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അത്രയും പ്രധാനമാണ് ടീം ഇന്ത്യക്ക് ബുംറയുടെ ഫിറ്റ്നസ്. 2023 മുതൽ ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റനായിരുന്ന ബുംറയ്ക്ക് വിനയായതും പരിക്ക് തന്നെയാണ്. അതേസമയം അടുത്ത ടെസ്റ്റ് ക്യാപ്റ്റനാകാൻ താനില്ലെന്ന് ബുംറ അറിയിച്ചതായും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യമാണ് ഗില്ലിനും പന്തിനും നേട്ടമായത്. ഒരു ടെസ്റ്റ് പരമ്പരയിലെ മുഴുവൻ മത്സരങ്ങൾ കളിക്കാൻ ബുംറ മടി കാണിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ടീമിനെ നയിക്കാൻ ബുംറയ്ക്ക് അവസരം നൽകണമെന്ന് ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം മദൻലാൽ അടക്കമുള്ള താരങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. 2022-25 കാലയളവിൽ ബുംറ 3 ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ചു. ഒരു മത്സരത്തിൽ വിജയിക്കുകയും 2 കളികളിൽ പരാജയപ്പെടുകയും ചെയ്തു. ഓസ്ട്രേലിയക്കെതിരായ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫി ടൂർണമെൻറ്റിൽ പെർത്തിൽ നടന്ന മത്സരത്തിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ ബുംറയ്ക്കായി. പരമ്പരയിലെ ടീമിൻ്റെ ഏക വിജയം കൂടിയാണിത്. എന്നിരുന്നാലും ടീമിന് നെടുന്തൂണായ ബുംറയ്ക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ അർഹിക്കുന്ന സ്ഥാനം നൽകാൻ സെലക്ടർമാർ മടി കാണിക്കില്ലെന്ന് വ്യക്തമാണ്. ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം മെയ് 24 ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്.